നല്ല ദൈവഭയമുള്ള കുട്ടിയായിരുന്നു മെറിൻ. ഇവിടെ വീട്ടിൽ വരുമ്പോഴൊക്കെ പള്ളിയിലും വരുമായിരുന്നു. പള്ളിയിലെ കൊയർ ഗ്രൂപ്പിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന്. കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ കഴിയില്ലെന്നറിയാം. എങ്കിലും ചോദിക്കുക, ഈ കേസിന് ഗുണകരമായ എന്തെങ്കിലും ഒരു കാര്യം മെറിൻ പറഞ്ഞ അച്ഛനറിയോ? ഇല്ല. എടാ ആനന്ദ എവിടെ? അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ടാ? പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത ആ പയ്യനെ പറ്റി മെറിൻ മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചാച്ചനോടും അമ്മച്ചിയോടും അലക്സച്ചൻ തന്നെ പറയണേ. ഇപ്പൊ വേണ്ട, എന്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങിയിട്ട് മതി. അപ്പോഴേക്കും റോണിക്ക് എന്തെങ്കിലും ജോലി ശരിയാവും. അവരോട് ഞാൻ സംസാരിക്കാം. ഏതായാലും ഇപ്പൊ വീട്ടിൽ പറയണ്ട. ഞാൻ റോണിയെ ഒന്ന് കാണട്ടെ. ശരി അച്ചോ. മെറിൻ ആ പയ്യനെയും കൂട്ടി അച്ഛനെ വന്ന് കണ്ടായിരുന്നോ? ഇല്ല, അതിനു മുമ്പേ അവള് പോയി. പക്ഷേ ആ പയ്യനിടയ്ക്ക് പള്ളിയിൽ വരും. മെറിന്റെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചിട്ട് തിരിച്ചു പോകും. മെറിന്റെ മരണത്തിൽ നമ്മൾ ആരും അറിയാത്ത മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്ന ഈ കാരണങ്ങൾ കൊണ്ടൊന്നും ആ കുട്ടി ജീവൻ അവസാനിപ്പിക്കില്ല. ജീപ്പേ ആണേ. റോണി, ഞാനൊരു 3-4 തവണ വിളിച്ചിരുന്നു. ആനന്ദ് ശ്രീബാല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ കേട്ടോ, ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് വയ്യ. അല്ലെ തന്നെ മീഡിയ എന്നെ കുറെ കൊണ്ടുപോയി വിറ്റതാ. ഇല്ല, ഷൂട്ട് ചെയ്യുന്നില്ല. ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. എനിക്കൊന്നും പറയാനില്ല ഏട്ടാ. അവൾ മരിക്കാൻ കാരണം ഞാനാണെന്നല്ലേ എല്ലാവരും പറയുന്നു. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ല, പോലീസ് പറഞ്ഞ പോലെ ശരിക്കും ഇവര് തമ്മിലുള്ള വഴക്ക് കാരണം അവള് ചാടിയതാവോ? എനിക്ക് തോന്നുന്നുള്ളടി, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേനെക്കാട്ടും പുൽവാമ ദിനത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊരു പെൺകുട്ടി, അതൊരു ലോ സ്റ്റുഡൻറ്റ്. ഇങ്ങനത്തെ പേഴ്സണാലിറ്റിയുള്ള മെറിൻ വെറുതെ ബോയ്ഫ്രണ്ടായിട്ട് ഉടക്കിയ പേരിൽ ആത്മഹത്യ ചെയ്യില്ലടി. ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയ കാര്യമുണ്ട്. അവൾ ഒരേ സമയം 3-4 പേരെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവൾ ആ ടൈപ്പ് ഒന്നുമല്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആ കുട്ടിയുടെ മോറൽ സൈഡ് അത്ര ശരിയല്ല എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് അവള് പതിവിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ റിസൾട്ട് വന്ന ദിവസമായിരുന്നു. ബ്രേക്കിന്റെ സമയത്ത് അവള് തന്നെ അവളുടെ ഫോണിൽ ഞങ്ങളുടെ റിസൾട്ട് ഒക്കെ നോക്കി തന്നത്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം അവള് ക്ലാസ്സിൽ കയറിയിട്ടില്ല. അയാൾ ഒരു തവണ അവളെ കാണാൻ ഇവിടെ വന്നിരുന്നു. അന്ന് അവർ തമ്മിൽ വഴക്കിട്ടിട്ടാ പോയത്. അത് സൂയിസൈഡാ, ഉറപ്പാ സൂയിസൈഡാ. ഇവിടെയല്ല കുട്ടി താമസിച്ചത്. വന്ന് കണ്ട് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞത്, അല്ലാതെ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അല്ല മാം, വീഡിയോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ആർക്ക് നന്നാവും? നിങ്ങളുടെ ചാനലിലല്ലേ, അല്ലാതെ മെറിന്റെ വീട്ടുകാർക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ആ പയ്യന്റെ ഫാമിലി എനിക്കറിയാം. ആ റോണിയുടെ അവൻ ഒരു റെബൽ ടൈപ്പാ. ചിലപ്പോ അവൻ ആ സ്വഭാവം ആ പെണ്ണിന്റെ അടുത്ത് കാണും. സർ, ഐലൻഡ് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ആദ്യം ഗോശ്രീ 1-ാം പാലത്തുനിന്ന് ചാടിയെന്നും പിന്നീട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗോശ്രീ 2-ാം പാലത്തുനിന്ന് ചാടിയെന്നുമാണ്. അതൊരു കൺഫ്യൂഷന്റെ പുറത്ത് സംഭവിച്ചതാ. ആ കുട്ടി പാലത്തിൽ നിന്ന് എടുത്ത് ചാടുന്നത് കണ്ടു എന്ന് പറഞ്ഞൊരു ദൃക്സാക്ഷിയെ കിട്ടി. പക്ഷെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോ അയാൾ 1-ാം പാലത്തിൽ കൂടെ നടന്നു പോകുന്ന കണ്ടു എന്നാ പറഞ്ഞു. ബോഡി കിട്ടിയതാണ് വാർഫിൽ നിന്നും. അത് വെച്ചാണ് FIR-ൽ 1-ാം പാലത്തിൽ നിന്നാണ് ചാടിയെന്ന് എഴുതിയത്. പക്ഷെ ലോക്കൽ പോലീസും മീൻപിടുത്തക്കാരും പറഞ്ഞു വാർഫിൽ നിന്ന് ബോഡി കിട്ടണമെങ്കിൽ 2-ാം പാലത്തിൽ നിന്ന് ചാടിയാലേ പറ്റുള്ളൂ. മാത്രമല്ല 1-ാം പാലത്തിന്റെ താഴെ 5 അടിയിൽ ചെളിയാ. വീണ് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങി വരില്ല. അപ്പൊ ആ തിയറി കറക്റ്റ് ആണെന്ന് വെച്ചിട്ടാണ് നമ്മള് കുറ്റപത്രത്തിൽ 2-ാം പാലം എന്ന് എഴുതിയത്. അത് ശരിയാണല്ലോ സാറേ. ആത്മഹത്യ ചെയ്യുമ്പോൾ മെറിന് അറിയാറുന്നല്ലോ 1-ാം പാലത്തിന് താഴെ 5 അടി താഴ്ചയിൽ ചെളിയാണെന്ന്. അതൊന്നും അന്വേഷിക്കാനുള്ള സമയം തന്നില്ലല്ലോ അനിയ. അതിന് മുമ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തില്ലേ? സർ, വയർലെസ് മെസ്സേജ് വന്നു. അപ്പൊ ശരിയെന്നാ. ശരി സാർ. പിന്നെ ഇതൊന്നും എടുത്ത് TV ചാനലിൽ കൊടുത്തോളായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ എനിക്ക് ശത്രുക്കളാ. ഐസക് സാറിന്റെ അടുത്ത് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം. ഓക്കെ. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് മെറിൻ കേസിൽ ബാക്കിയുള്ളത്. ആ ഉത്തരങ്ങൾ കണ്ടെത്തി വലിയൊരു ലോകം സ്വപ്നം കണ്ട നിയമ വിദ്യാർത്ഥിനിക്കും ആ അച്ഛനും അമ്മയ്ക്കും ഇവിടുത്തെ പോലീസും കോടതിയും നീതി നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ക്രൈം ഫയൽസിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ശ്രീബാല. സംഭവം കൊള്ളാം. ഒരു ഫയറുണ്ട്, പക്ഷേ എൻ്റെ പഞ്ച് കുറവുണ്ടോ? എൻ്റെ ഓഡിയൻസിനെ ട്രിഗർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പഞ്ച് കൂടും. എൻ പഞ്ചല്ലേ? ശരിയാക്കാം. തെറ്റിപ്പോയെന്ന് തോന്നുന്നില്ലേ?
എടാ അന്ന് ഐസക് അങ്കിളിനോട് നിന്റെ ഫൈൻഡിങ്സ് നീ ടെക്നിക്കലി എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? അത് വീഡിയോയുടെ കൺക്ലൂഷനായിട്ട് പറഞ്ഞാ പോരെ? പറഞ്ഞു. എടാ നിനക്ക് പറഞ്ഞൂടെന്നാ ചോദിച്ചേ. ഞാനൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ എഴുതരാം, നീ അങ്ങ് പറഞ്ഞാ പോരെ. എടാ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, നീ പറഞ്ഞ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റൈലൊക്കെ ഉണ്ട്. എനിക്ക് ഒന്നാമത് ക്യാമറ പേടിയാണ്, പിന്നെ അത് മാത്രമല്ല ഈ ക്യാമറയുടെ ലൈറ്റൊക്കെ അടിച്ച് ചെയ്യുമ്പോഴേ കണ്ണ് അടഞ്ഞടഞ്ഞു പോകും. ആനന്ദ് ഓക്കെ അല്ലേ? ശ്രീ റോൾ ചെയ്യട്ടെ. ക്യാമറ റോളിംഗ് ആക്ഷൻ. ഒരു കേസ് എങ്ങനെ തേച്ചു മായ്ച്ച് കളയാം എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നിയമ വിദ്യാർത്ഥിനി മെറിൻ ജോയ് കേസ്. പെൺകുട്ടി കാണാതായ ദിവസം രാത്രി 3 പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങിയതിനു ശേഷം മാത്രമാണ് പോലീസ് മിസ്സിംഗ് കേസ് എടുക്കാൻ പോലും തയ്യാറായത്. പോലീസിന്റെ കൊടി അനാസ്ഥയും ധാർഷ്ട്യവും കാരണം ഇവിടെ തട്ടിമാറ്റപ്പെട്ടത് ഒരു മെറിന് ലഭിക്കേണ്ട നീതിയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മെറിൻ എന്ന നിയമ വിദ്യാർത്ഥിനിയുടെ കേസ് ഇവിടെ വിരൽ ചൂണ്ടുന്നത് കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ്. മെറിന്റെ മരണത്തിൽ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു, റോണി ജോൺ. നിങ്ങൾക്കറിയായിരുന്നു അങ്ങനെ ഒരാളെ പറ്റി? ഇല്ല, പോലീസ് പറഞ്ഞപ്പോഴാ അങ്ങനെ ഒരാളെ പറ്റി അറിയുന്നത് തന്നെ. നമ്മളിപ്പോൾ ഗോശ്രീ 2-ാം പാലത്തിന്റെ താഴെയാണ്. പോലീസിന്റെ എഫ്ഐആറിൽ 1-ാം പാലത്തിൽ നിന്നും എടുത്തു ചാടിയെന്നാണ് ആദ്യം രേഖപ്പെടുത്തിയിരുന്നത്. പിന്നീട് അത് 2-ാം പാലമായി തിരുത്തുകയായിരുന്നു. കാമുകനുമായുള്ള വഴക്കിൽ മനം നൊന്ത് ഈ പാലത്തിന് മുകളിൽ നിന്നും വൈകിട്ട് 6 മണിക്ക് ശേഷം കായലിലേക്ക് എടുത്തു ചാടിയെന്നാണ് പറയപ്പെടുന്നത്. പള്ളിയിലെയും ഹൈക്കോടതി ജംഗ്ഷനിലെയും CCTV വിഷ്വൽസ് പ്രകാരം മെറിൻ മരിക്കുന്ന ദിവസം കയ്യിലുണ്ടായിരുന്ന ബാഗ്സ്, കഴുത്തിലണിഞ്ഞ സ്വർണ്ണമാല, മോതിരം, ചെരുപ്പ്, ഷോൾ, മൊബൈൽ ഫോൺ തുടങ്ങിയവ ഒന്നും തന്നെ പോലീസ് കണ്ടെത്തിയതായി കുറ്റപത്രത്തിൽ പറയുന്നില്ല. അതൊക്കെ എവിടെ നഷ്ടപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് മെറിൻ കേസിൽ ബാക്കിയുള്ളത്. ആ ഉത്തരങ്ങൾ കണ്ടെത്തി വലിയൊരു ലോകം സ്വപ്നം കണ്ട നിയമ വിദ്യാർത്ഥിനിക്കും ആ അച്ഛനും അമ്മയ്ക്കും ഇവിടുത്തെ പോലീസും കോടതിയും നീതി നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ക്രൈം ഫയൽസിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ശ്രീബാല. ലോ കോളേജ് വിദ്യാർത്ഥിനി മെറിൻ ജോയ് കേസ് വീണ്ടും ചർച്ചയാകുന്നു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിൽ വന്ന എക്സ്ക്ലൂസീവിന് പിന്നാലെയാണ് മെറിൻ കേസ് ചർച്ചയാവുന്നത്. നിയമവിദ്യാർത്ഥിനി മെറിൻ ജോയ് കേസിൽ പുനരന്വേഷണ ആവശ്യം ശക്തമാകുന്നു. മെറിന്റെ മാതാപിതാക്കളും സഹപാഠികളും വഞ്ചി സ്ക്വയറിൽ പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങളുടെ കൊച്ചിന് എന്താ പറ്റിയെന്ന്. ഒരു കാരണവുമില്ലാതെ ചുമ്മാ ഒരു കൊച്ച് കായലിൽ ചാടി എന്ന കള്ളക്കഥ വിശ്വസിക്കാൻ ഞങ്ങൾക്കാവില്ല. പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അവരാരൊക്കെയോ രക്ഷിക്കാൻ നോക്കുക. ഈ കേസ് CBI ഏറ്റെടുക്കണം. ഞങ്ങളുടെ കൊച്ചിന് നീതി കിട്ടണം. ഇതൊരു കൊലപാതകമാണെന്ന് വ്യക്തമാക്കുന്ന കുറെ തെളിവുകൾ ഇവിടെ കുറെ ചാനലുകൾ ചർച്ച ചെയ്തു. പക്ഷേ ഇവിടത്തെ പോലീസുകാരോ ഗവൺമെന്റോ അത് ചെവിക്കൊണ്ടില്ല. ഈ പോലീസുകാരുടെയും കോടതിയുടെയും അനാസ്ഥ കാരണം പാവപ്പെട്ട ഒരു അച്ഛനും അമ്മയ്ക്കുമാണ് നീതി ലഭിക്കാതെ പോകുന്നത്. വിക്ടിമിന്റെ സൈക്കോളജിക്കൽ ഇന്റൻഷൻസ് ഒട്ടും മാച്ച് ആവാത്ത ഒരു സൂസൈഡ് റിപ്പോർട്ടും ഒരുപാട് ഫാബ്രിക്കേഷൻസ് നടന്നിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചേർത്ത് വെച്ചാണ് എല്ലാ പഴുതുകളും അടച്ച് കുറ്റപത്രം സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ മാത്രം ക്രെഡിബിലിറ്റി ഇല്ലാത്തവരാണ് കേരള പോലീസിനെ പോലെ എഫിഷ്യന്റ് ആയിട്ടൊരു ഫോഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരൊക്കെയോ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്ന ഒരു കേസാണത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തേണ്ട റെസ്പോൺസിബിലിറ്റി ആ ഫോഴ്സിലെ ഓരോ പോലീസുകാർക്കുണ്ട്. കേരള പോലീസ് ആ തെറ്റ് തിരുത്തി മെറിന് നീതി വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോടെ ആനന്ദ് ശ്രീബാല.